സിനിമയിൽ സത്യത്തിൽ ഒരു ബേബി ഗേൾ ഉണ്ടോ? ബേബി ഗേൾ ഉണ്ട്, പക്ഷെ അവനാണോ അവൻ ബേബി ബോയ് ആ പടത്തിലൊക്കെ ബേബി ഗേളാ. ആണോ? ആ എത്ര ദിവസമുള്ള ഗേൾ ബോയ് ആയിരുന്നു അത്? 4 ദിവസം. 4 ദിവസോ? ഒയ്യോ പേടിയാ. നിങ്ങൾ ഉള്ള തന്നെയാണല്ലോ അല്ലേ പറയുന്നത്? അല്ലല്ല, സീരിയസ്ലി നമ്മളുടെ ലൈൻ പ്രൊഡ്യൂസറുടെ മകനായിരുന്നു. അപ്പൊ ഷൂട്ടിംഗ് സമയത്ത് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു, അവര് ഫാമിലി നമ്മളെ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു 10 മാസത്തെ വെയിറ്റിംഗ് ആണല്ലോ. അത് അവര് ട്രസ്റ്റ് ചെയ്ത് ഞങ്ങളുടെയൊക്കെ കയ്യിലേക്ക് തരികയാണ്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ് കുഞ്ഞുങ്ങളെ എടുത്ത് ഒരു പരിചയമില്ലാത്ത രണ്ടുപേരാണ്. ഞങ്ങളാണ് പടത്തിൽ കൂടുതൽ സമയം കുഞ്ഞിനെ നോക്കേണ്ടത്. അപ്പൊ അതിന്റെ ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങള് കാരണം ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാവരുത്, പറ്റരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട് മൊത്തത്തിൽ സെറ്റ്. ചിലത് കുഞ്ഞിനെ ഇപ്പം മൊത്തത്തിൽ നമ്മുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അവനത് ഓക്കെ ആയിരിക്കില്ല. അപ്പൊ അതിന് ചില പോർഷൻസ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒറിജിനൽ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയൊക്കെ മാക്സിമം കുഞ്ഞിന്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യാൻ മാത്രം നമ്മൾ അത് സെറ്റ് ഇട്ടിട്ടുണ്ട്. ബേബി ബോയ് എത്ര ദിവസം സിനിമയിൽ അഭിനയിച്ചു? ഓൾമോസ്റ്റ് ഒരു 45 ഡേയ്സ് എന്തോ ആയിരുന്നു ഷൂട്ട്. അതിന്റെ ഒരു 75% അവനുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്. ആ കുട്ടിക്ക് സമ്മതിക്കണം കേട്ടോ. കുട്ടിക്ക് പേരിട്ടോ? അതോടെ രുദ്രാക്ഷ്. ആ രുദ്രാക്ഷ് വളർന്നൊരു വലിയ നടനാവട്ടെ അല്ലേ? ആക്ച്വലി അവൻ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഇതിലിപ്പോ ഒരു മൊമെന്റ് ഒക്കെ ഉണ്ട്. ആ മൊമെന്റ് ഒക്കെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടുള്ളൂ. അത് ഇനി സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അത് ഫസ്റ്റ് ടേക്ക് ആയിരുന്നു. അതത്ര ഈസി അല്ല ഒരു ചെറിയ കുഞ്ഞിന്. അതെന്തോ ഒരു ഇൻഡ്യൂഷനോ ദൈവാനുഗ്രഹമോ വേറെ എന്തോ ഒരു സംഭവമാണ്, ഒരു ഗോഡ്സ് ടച്ച് ആണത്. അങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് ടേക്കിൽ ഒരു കുഞ്ഞ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് സമയത്തൊക്കെ നമുക്ക് എന്ത് ഇമോഷനാണോ ആ സമയത്ത് കുഞ്ഞിന് വേണ്ടത് അത് ക്യാരി ചെയ്തിട്ടുള്ള കുട്ടിയാണ്.